പത്തനംതിട്ടയിൽ യുവാവിന് ക്രൂരമർദ്ദനം. കൊല്ലം ശാസ്താംകോട്ട സ്വദേശി മുനീറിനാണ് മർദ്ദനമേറ്റത്. മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. പിന്നെ എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവരെല്ലാം പോയി, വണ്ടിയുടെ ചാവി എടുത്തുകൊണ്ട് അവർ പോയി. ക്യാമറ ഇല്ലാത്തടത്ത് ആ സ്കൂളിൻ്റെ ഒരു വളമുണ്ട്, അവിടെ ക്യാമറ ഇല്ല. അവിടെ ഇട്ടാണ് ഉപദ്രവിച്ചതല്ല. അത് ഞാൻ ഓടി മാറാൻ ശ്രമിക്കുമ്പോൾ എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോയതാണ് സ്കൂളിൻ്റെ അകത്തോട്ട്. നമ്മുടെ അവിടുന്ന് മണ്ണെടുത്തിട്ട് കടം കൊണ്ടുപോയത് ആദ്യം തൊട്ട്, അതിൻ്റെ പൈസ ചോദിച്ചതിന്. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് യുവാവിനെ മർദ്ദിക്കാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എങ്ങനെ? ആര്യ, ഈ സംഭവം നടക്കുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആ സംഭവം നടക്കുന്നത്. ഈ വാര്യപുരത്ത് ഒരു സ്വകാര്യ സ്കൂളിലെ അവിടുന്ന് മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മണ്ണെടുക്കുന്ന കോൺട്രാക്ട് ലഭിച്ച അതിൻ്റെ സ്റ്റാഫായിരിക്കുന്ന മുനീറിനാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. മുനീർ അവിടെ ഈ മണ്ണെടുക്കാൻ എത്തിയ ടിപ്പർ ലോറിയിൽ എത്തുന്നു. ആ ടിപ്പർ ലോറി ആളുകൾ മുമ്പ് പലതവണ മണ്ണെടുക്കുകയും അതിന് പണം നൽകാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ പണം നൽകിയാൽ മാത്രമേ മണ്ണ് നൽകുകയുള്ളെന്ന ഈ ജീവനക്കാരനായിരിക്കുന്ന ശാസ്താംകോട്ട സ്വദേശി മുനീർ 24 വയസ്സുള്ള യുവാവ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇത് അംഗീകരിക്കാതെ പിന്നീട് ഈ ലോറിയിൽ എത്തിയവർ പുറത്തുനിന്ന് ഏതാണ്ട് 9ഓളം ആളുകൾ എത്തുകയും അങ്ങനെ 11 സംഘം ചേർന്നാണ് യുവാവിനെ മർദ്ദിച്ചുവെന്നാണ് ആരോപിക്കുന്നത്. ആ മർദ്ദിച്ച് ആദ്യം ഒരു സ്ഥലത്തെത്തി മർദ്ദിക്കുന്നു. അതിനുശേഷം പിന്നീട് വീണ്ടും നടക്കുന്ന സംഭവങ്ങളുടെയാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ആ CCTV ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മുനീറിന്റെ വസ്ത്രം കീറിയിരിക്കുകയാണ്. മാത്രമല്ല മുനീറിനിട്ട് അടിക്കുന്ന ദൃശ്യവും ഈ ദൃശ്യങ്ങളുണ്ട്, CCTV ദൃശ്യങ്ങളുണ്ട്. മുനീർ പറയുന്നത് ഇതിനു മുമ്പ് CCTV ഇവിടെ ഉണ്ട് എന്നാരോപിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ്. അത് മുഖത്ത് മർദ്ദനത്തിന്റെ പാടുണ്ട്, അദ്ദേഹത്തിന് പുറത്തും മർദ്ദനമേറ്റിന്റെ പാടുണ്ട്. എന്തായാലും വലിയ ഒരു മർദ്ദനത്തിനാണ് ഈ യുവാവ് ഇപ്പോൾ ഇരയായി തീർന്നിരിക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പോലീസ് ഇതുമായി സംബന്ധിച്ച് ഉടൻ FIR ഇട്ട് കേസ് എടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും യുവാവ് പോലീസിന്റെ പരാതി നൽകിയിട്ടുണ്ട്. മുനീറിന് ഇന്നലെ ഒരു മർദ്ദനം ഉണ്ടാകാൻ കാരണം ഈ മണ്ണെടുപ്പിലുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ്. ആര്യ, ശരി. സുജു ടി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.